ഇച്ചായ കോഫി. ആ താങ്ക്സ് ഡി. ഈ ഇച്ചായന് ഈ മഴ പെയ്യണമെന്നും കാണുന്നില്ലേ? അകത്ത് പോയിരുന്നു വായിച്ച എന്താന്നേ? അകത്തിരുന്ന് വായിച്ചാൽ ഈ പുറത്തിരുന്ന് വായിക്കണ സുഖം കിട്ടില്ലല്ലോ ഡി. അത് നേരായിരിക്കും, പക്ഷെ വല്ല പനിയും പിടിച്ചാലേ ഈ മഴയും കൊണ്ട്. എന്ത് പനി? ഈ കുഞ്ഞു മഴ കൊണ്ടെന്ന് പറഞ്ഞ് പനി പിടിക്കത്തൊന്നുമില്ല എൻ്റെ സാറാമേ. നിങ്ങൾക്ക് അങ്ങനെ പറയാം. പണ്ടില്ലേ മഴയും കൊണ്ട് എൻ്റെ പുറകെ നടന്നപ്പോഴുള്ള പ്രായമല്ല ഇത്, പ്രായമായി. എന്തോ മോളെന്താ പറഞ്ഞ്? ആരുടെ പുറകെ നടന്നെന്നാ? ഓ അത് ഞാൻ സമ്മതിച്ച്, ഞാൻ ഇച്ചായൻ്റെ പുറകെ നടന്ന. ശരി, നിനക്ക് ഇച്ചിരി ഇത് മാറ്റിപ്പറച്ചില് കൂടുതലാ. അത് ഞാനല്ലാണ്ട് പിന്നെ ആരെ എങ്ങനെ മാറ്റി പറയാ? നിങ്ങളുടെ ഒരേ ഒരു പെണ്ണുമ്പിള്ളല്ലോ ഞാൻ. അതാണ്. എന്തേ, നിനക്ക് വല്ല സംശയം വല്ലതും ഉണ്ടോ? ഒന്ന് പോ ഇച്ചായ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ട്, നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താ? ഫ്ലൈറ്റ് എപ്പോഴാ? വൈകിട്ട് 4 നീ ലഗേജ് ഒക്കെ പാക്ക് ചെയ്തോ? നമ്മുടെ രണ്ടുപേരുടെയും ഞാൻ പാക്ക് ചെയ്ത്. പിള്ളേരുടെ എനിക്ക് അറിയത്തില്ല, ചെയ്ത് കാണുമായിരിക്കാം. പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴോർത്ത, രണ്ടും എണീറ്റോ? ഇല്ല, നല്ല ഉറക്ക. പോയി എണീപ്പിക്കണോ? വേണ്ട വേണ്ട, അവിടെ വല്ലതും കിടന്ന് ഉറങ്ങിക്കോട്ടെ. ശല്യം ഇച്ചിരി കുറവുണ്ടാവുമല്ലോ. ആരാ പപ്പ ശല്യം? ഇതാര്? അന്നുമോളോ? ഇതിപ്പോ എന്നേറ്റ്? കുറച്ച് മുമ്പ്. പപ്പേ എപ്പോഴാ ഫ്ലൈറ്റ്? വൈകിട്ട് 4. അല്ല, നിന്റെ ചേട്ടൻ എണീറ്റില്ലേ? ആർക്കറിയാം. മമ്മി ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? നീയേ ആദ്യം പോയി പല്ലേക്ക്, എന്നിട്ട് ഞാൻ പറയാം. You are my honey bun, sugar plum, pumpy umby umpkin. You are my sweetie pie. അച്ചോ, കുഞ്ഞാവ കിടന്ന് ഉറങ്ങണ ഉറക്കം കണ്ടില്ലേ? എഴുന്നേക്കട ചേട്ടൻ പൊട്ടി. എന്താടി കുട്ടി പിശാശേ, മനുഷ്യനെ കിടന്ന് നീ ഉറക്കത്തുമില്ലേ? ഇല്ല. നിന്നെ ഞാൻ. നീ എന്നെ എന്ത് ചെയ്യും? നിനക്ക് നല്ല 2 തരം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അനിയത്തിയായി പോയില്ലേ? ഇത് കൺമുമ്പിന്ന് പൊക്കെ. എന്താന്നേ അവിടെ ബഹളം? ഇത് കണ്ടാ മമ്മി, ഈ അന്ന ഉറങ്ങിക്കൊണ്ടിരുന്ന എന്റെ മോന്തയ്ക്ക് വെള്ളം കോരി ഒഴിച്ചെന്നേ. ആണോ എന്നെ? ഇല്ല മമ്മി, ഈ അച്ഛൻ ചുമ്മാ പറയണേ. ഞാൻ അങ്ങനൊക്കെ ചെയ്യോ? ഞാൻ പാവല്ലേ? പാവം പോലെ. ഇതേ നോക്കിക്കേ, ഇനി വല്ല അലമ്പും ഉണ്ടാക്കാനാണ് ഞാൻ അങ്ങോട്ട് വന്നാ അറിയാലോ എന്താ ഉണ്ടാവണേന്ന്. മമ്മി പറഞ്ഞ കേട്ടല്ല, അലമ്പുണ്ടാക്കണ്ട പൊക്കെ. എന്നിട്ടെന്തിനാ? ഞാൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങാനല്ലേ? ഇതേ ഉറങ്ങിയുണ്ടല്ലോ, ഇന്ന് കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്തോ? എവിടെ കൊണ്ടുപോകാനുള്ള? എന്റെ മോന്തയ്ക്ക് വെള്ളം ഒഴിച്ചപ്പോ ഇതിന്റെ കിളിയും കൂടെ ഒളിച്ചു പോയോ? എടോ, ഇരുന്ന് ഉറങ്ങാണ്ട് ബാഗ് പാക്ക് ചെയ്യാൻ അവസാന നിമിഷം നിൽക്കുകയാണ് നീ, കാരണം നമ്മളെല്ലാം ലേറ്റ് ആവും. എങ്ങനെ? അതിന് ഞാൻ വന്നില്ലല്ലോ. അതെന്താ? എനിക്ക് നാട്ടിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്ന്. അവിടെ എന്നതാ നീ പ്രത്യേകിച്ചുള്ളേ? അമ്മച്ചയുടെ ആണ്ട്. ഓ, അത് നിങ്ങളൊക്കെ കൂടെ പൊക്കോന്നേ. ഞാൻ എന്റെ പയ്യന്മാരുടെ കൂടെ അവരുടെ വീട്ടിൽ വല്ല നിന്നോളാം. ഓ, ആ പൂതിയില്ലേ? 8 മടക്കി പോക്കറ്റ് വെച്ചോ. ഞങ്ങള് പോയി കഴിഞ്ഞ് നിന്റെ കൂട്ടുകാരന്മാരെന്ന് പറയണ അലമ്പന്മാരുടെ കൂടെ ഒറ്റക്കടിച്ചു വിളിക്കാനുള്ള പരിപാടിയല്ലേ നടന്ന തന്നെ. മമ്മി ഇത് കേട്ടോ? അച്ഛൻ നാട്ടിൽ വന്നില്ലെന്ന്. കിടന്ന് കാണാതെ എന്റെ കൊച്ചേ, ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടില്ലേ മമ്മി? അച്ഛൻ നാട്ടിൽ വന്നില്ലെന്ന്. അവൻ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ട് വീട് തല്ലി വിളിക്കാനാ പ്ലാൻ. ആണോ അച്ചു? അല്ല മമ്മി, ഈ അന്ന ചുമ്മാ പറഞ്ഞാ അല്ലേ? അങ്ങനെയെങ്കിൽ നിനക്ക് കൊള്ളാം. പിന്നെ നീ പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തോ? ഇല്ല. അതെന്താ? അത് ഞാൻ ഒരു ന്യായീകരണം എനിക്ക് കേക്കണ്ട. 10 മണിക്കുള്ളിൽ ചെയ്തില്ലേ അറിയാലോ എന്താ സംഭവിക്കണെന്ന്. അറിയാം. എങ്കി മോൻ പോയി പല്ലേക്ക്. വീട് നിക്കണില്ലേ അച്ചുകുട്ട? നീ പോടി പാഷാണത് കൃമി. പുറത്തു നിന്നുള്ള ഈ പല്ലേപ്പ്. ആഹാ അന്തസ്. ഇവന്മാരെ 3 തന്നെ ഇവിടെ. ഈ ഗേറ്റ് എന്തുറക്കോ? എടാ, നിങ്ങളെന്താ ഇവിടെ പെട്ടിയും കിടക്കയൊക്കെ തൂക്കിക്കൊണ്ട്? നീ ആദ്യം ഗേറ്റ് തുറക്ക്, എന്നിട്ട് ഞങ്ങള് പറയാം. തുറക്കാം. ഇങ്ങ് കേറി വാ 3. ഇനി പറ എന്താ കാര്യം? അതില്ലേ, ഞങ്ങളും വരുവാ കേരളത്തിലേക്ക്. കേരളത്തിലേക്കോ? അതെ, കേട്ടിട്ടില്ലേ കേരളം? അതൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് അതിന് നിങ്ങളാര് വിളിച്ച്? ഞങ്ങളെ വിളിച്ച്. വേറെ ആര് വിളിക്കാനാ? ബെസ്റ്റ്. ടിക്കറ്റ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്തൊന്നും വന്നേക്കല്ല. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല നിങ്ങൾക്ക് തരാൻ. അതിന് നിന്റെ അടുത്ത് ആര് വന്ന്? ടിക്കറ്റൊക്കെ പണ്ടേ സെറ്റല്ലേ. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ല, ഇവിടെ ചിലരൊക്കെ കേരളത്തിലേക്ക് ഇനി കാലേ കുത്തത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ആൾക്കൊരണക്കവും ഇല്ലേ? ആരോടാ അങ്ങനെ പറഞ്ഞ? ഞാനല്ല. അതെ, ഞാനും. നിങ്ങൾ രണ്ടും അല്ല, നിങ്ങളുടെ സൈഡിലെ ആ മുതല്
അവനെന്താ നീ മിണ്ടാത്തെ? അല്ലെങ്കിൽ ഫുൾ ടൈം ചെലയാണല്ലോ. എടാ പൊട്ടാ നിന്നോടാ. അതെ, ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നേ, ഞാൻ ഇവിടെ വരാൻ വേണ്ടി ഇറങ്ങിയപ്പം രാവിലെ ആയിരുന്നു. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇരുട്ടായി? ഇതിനെയൊക്കെ ഏത് നേരത്താണോ അവന്റെ കണ്ണീനാ സാമാനം എടുത്ത് മാറ്റടേ. ദേ ഇപ്പൊ രാവിലെയായി. ജാക്സ മോനെ, നിന്റെ തല രാവിലെ വല്ലയിടത്തും തട്ടിയായിരുന്നോ? ഇല്ല. എന്താ? അല്ല, അറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി മോൻ വല്ല പൊട്ടത്തരം വിളിച്ചു പറയാണേ, നിന്റെ തലക്കിട്ട് ഞാൻ തന്നെ അങ്ങ് തട്ടുവേ. ഇവനോടൊക്കെ പറഞ്ഞ് എന്നാ? ദേ ഇവിടെ നിൽക്കാനാണോ? ആ ലഗേജ് ഒക്കെ എന്റെ അപ്പം കൊണ്ടുവന്ന് വെക്കും അകത്ത്. ജോണങ്കളെ, നീ എന്തിനാ ഇപ്പൊ എന്റെ പപ്പേനെ വിളിക്കണ? നീയല്ലേ പറഞ്ഞ നിന്റെ അപ്പം വന്ന് എടുത്തു വെക്കുവാന്ന്? ആ നിന്നെയൊക്കെ ഒന്ന് എടുത്തോണ്ട് വരുവോ? ഓ നല്ല വിശപ്പ്, ഒന്നും കഴിക്കേണ്ട വന്ന. സാറാമ്മ എന്നെ ഉണ്ടാക്കിയ? ഹായ് കേക്ക്. തൊട്ട് പോകല്ലോ എന്റെ കേക്ക്. തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. പിന്നെ നിന്റെ ഈ കേക്ക് ആർക്ക് വേണം? പൊടി. എന്താടാ ഫിലി? അതെ, ഈ അന്നാമ്മയുടെ കേക്ക് ആർക്ക് വേണം? കേക്കോ? ദേ നോക്ക്. ഡീ എന്താ? ഈ കേക്ക് ഏതാ? മമ്മിയുടെ കേക്ക്. മമ്മിയുടെ കേക്കല്ലേ? നോക്കിക്കോ മമ്മി. ദേ അന്ന മമ്മി ഉണ്ടാക്കി വെച്ച കേക്കൊക്കെ എടുത്ത് തിന്നുന്നേ. ഓ ഈ പിള്ളേരെ കൊണ്ട് ഇനി എന്നതാ പ്രശ്നം? ദേ നോക്ക് കേക്ക്. അതിന് ഞാൻ കൊടുത്തതാ. എന്തേ? മമ്മി കൊടുത്തതാണെന്നോ? ഇന്നാള് ഞാൻ 2 പീസ് റെഡ് വെൽവെറ്റ് കേക്ക് കഴിച്ചപ്പം എന്നതായിരുന്നു ബഹളം. റെഡ് വെൽവെറ്റ് കേക്കോ? ഏത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊള്ളാം. എന്നെ കൂടാണ്ട് തിന്നാൻ തുടങ്ങിയില്ലേ? അതിന് നീ ഏതാ? രണ്ടും ഒന്ന് നിർത്താവോ? എനിക്ക് ദേഷ്യം കയറി എന്നെ പിടിച്ചാ കിട്ടില്ലേ. പ്രായം എത്ര ആയെന്നാ? ഇപ്പോഴും പിള്ളേരെ പോലെയാ. ഡാ അച്ചു, നീ ബാഗ് വാക്കിയതോ? ഇല്ല, അതേ പോണ്. എങ്കി പോ. ഹാ, നിങ്ങൾ മൂന്നും എന്താ ഇന്ന് ഇത്ര നേരത്തെ? അതോ ആന്റി, ഞങ്ങളും കേരളത്തിലേക്ക് വരാന്ന് വെച്ച്. അപ്പൊ നേരത്തെ എങ്ങോട്ടേക്ക് പോരുവാണെ ഒരുമിച്ച് അങ്ങ് പോകാലോ നിങ്ങളുടെ സൗകര്യത്തില്. നല്ല കാര്യം. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ചോദിച്ചായിരുന്നു? പിന്നല്ലാണ്ട്, അവര് പറഞ്ഞ എങ്ങോട്ടേലും പൊക്കോന്ന്. നല്ല പേരൻസ്. അല്ല, നിങ്ങൾ വല്ലതും കഴിച്ചിട്ടായിരുന്നോ വന്നേ? അല്ല ആന്റി. ആ എങ്കിൽ നിങ്ങൾ വാ, വന്നേരി, ഞാൻ ഫുഡ് എടുക്കാം. എന്നതാ മമ്മി ബ്രേക്ക്ഫാസ്റ്റ്? നല്ല ചൂടുള്ള ഇഡ്ലി സാമ്പാറും. ആയിക്കോ, നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ നോൺ വെജ് ആണ്. ഐശ്വര്യ, നീ കഴിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നീ പോടി. എന്റെ സാറമ്മയുടെ ഇഡ്ലി ആയതുകൊണ്ട് ഞാൻ ഒന്നല്ല 2 വട്ടം കഴിക്കും. മതി മതി സുഖിപ്പിച്ച. നീ 2 അല്ല എത്ര വട്ടം വേണേലും കഴിച്ചോ. മമ്മി, എനിക്ക് ഫുഡ് വേണ്ടേ? അതിന് നിനക്കാര് തന്നെ. പോടാ. ജോണങ്ങളെ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ഇതെന്താ നീ 3 രാവിലെ തന്നെ? ഞങ്ങൾ അങ്ങ് വന്നേക്കുവാ കേരളത്തിലേക്ക്. നല്ല കാര്യം. 20 minutes later. ആഡി, നീ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇല്ല. ഇതേതാടെ പുതിയ കാൽവിംഗ്ലൈൻ ജെട്ടി? നീ പുതിയത് മേടിച്ച കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. നാണമില്ലാത്തവനെ, ഇങ്ങ് താടാത്. എന്റെ ജെട്ടി കണക്കൊക്കെ ഞാൻ നിന്നോട് പറയണമല്ലോ. നമ്മൾ തമ്മിൽ അങ്ങനെ ആണോടാ? നമ്മൾ തമ്മിൽ എങ്ങനെ? ഒന്നും അറിയാത്ത പോലെ പോടെ കള്ള. അയ്യേ, ഞാൻ അത്തരക്കാരനെ. 6 hours later. എല്ലാരും പോകാൻ റെഡിയല്ലേ? ലഗേജ് ഒക്കെ കാറിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ സെറ്റാങ്കളെ. മോനെ ജാക്സ, നീ ആ 200 ഇറങ്ങണ അന്നേനെ എടുത്ത് കാറിലേക്ക് ഇട്ടേക്ക്. ഓക്കേ മാം. നീ ആരെങ്കിലും കാറിൽ കയറാറുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. 5. ഒരാള് മിസ്സിംഗ് ആണല്ലോ. അച്ചു, അവനെന്തേ? അവൻ ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞ് പോയതാ. ഞാൻ വിളിക്കട്ടെ അവനെ. ആടി, ആടി ബ്രോ, വണ്ടി എടുക്കല്ലേ, ഞാനിവിടെ വരട്ടെ. ഓക്കെ, ഇനി വണ്ടി വിട്ടോളി. Habibi, we are coming to Kerala. മിണ്ടായിരിക്കടാ, അല്ലെ ഞാൻ വിൻഡോയിലൂടെ എടുത്ത് പുറത്തേക്ക് എറിയുവേ. അങ്ങനെ 20 മണിക്കൂർ 35 മിനിറ്റ് നീണ്ടു നിവർന്ന യാത്രയ്ക്ക് ശേഷം നമ്മുടെ സോപ്പ് ഫാമിലി പ്ലസ് അച്ഛൻ്റെ വലിഞ്ഞു കയറി വന്ന ഫ്രണ്ട്സും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. നമ്മുടെ അന്നയ്ക്കാണ് ഈ അവസരം ജാക്ക്പോട്ട് ആയിരുന്നു. ഒന്നും ചെയ്ത് ചുമ്മാ കിടന്ന് ഉറങ്ങിയ പോരായിരുന്നു ഫ്ലൈറ്റ് മൊത്തം. അങ്ങനെ നമ്മുടെ കുട്ടി വലിയ പടം ഉടനെ തന്നെ ബാക്കിയുള്ള അല്ലറ ചില്ലറ വെരിഫിക്കേഷൻസും ബാഗേജ് കളക്ടിങ്ങും എല്ലാം ശേഷം
കാർസ് ഒക്കെ ഉള്ള ലോഡിലെത്തി. നമ്മുടെ ജോണിച്ചായൻ കരുണാമയനായതുകൊണ്ട് മാത്രം അച്ചുവിനെയും ഫ്രണ്ട്സിനെയും ഒരു കാറിൽ കുത്തി നിറയ്ക്കാൻ ഉദ്ദേശിക്കാതെ 2 കാർ ഏർപ്പാട് ചെയ്തു. നമ്മുടെ പപ്പ മമ്മയും അന്നയും ഒരു കാറിലും ബാക്കിയുള്ളവന്മാര് മറ്റേ കാറിലും. കേരള മണ്ണിന്റെ സുഗന്ധം, ആഹാ, ഹോം സ്വീറ്റ് ഹോം. എന്തിന് ഇവിടെ ജനിക്കാത്ത നിനക്കെങ്ങനെ കേരളം ഹോം സ്വീറ്റ് ഹോം ആകണേ? ആര് പറഞ്ഞു കേരളം എന്റെ ഹോം അല്ലെന്ന്? ഞാൻ ജനിച്ചില്ലേലും എന്റെ ഡാഡി മമ്മി ഇവിടെ ആണല്ലോ ജനിച്ചത്. അതിനെന്ന് ചോദിച്ചാ പിന്നെ നിന്റെ മാത്രം ഹോമാണല്ലോ കേരളം. അല്ല ഡാനിച്ച, ഈ ഫിലി എന്താ ഒന്നും മിണ്ടാതെ ബ്ലിങ്കസി ആയിട്ടാ മൂലക്കിരിക്കണ? അതൊന്നുമല്ല എന്റെ ജാക്സ, നമ്മുടെ ഫിലി ഇല്ലേ, നൈസിൽ ഒരു എയർ ഹോസ്റ്റസിനെ ട്യൂൺ ചെയ്യാൻ നോക്കിയതാ. ബട്ട് തിരിച്ചു കിട്ടി നല്ല ഒന്നാന്തരം, ഞാൻ പറയണ്ടല്ലോ. അച്ചടാ പാവ് എന്റെ ഫിലിമോൻ, ശരിക്കും കിട്ടിയാടോ? പോടാ മരപ്പെട്ടി നിന്റെ മറ്റവള്. രണ്ടും ഒന്ന് നിർത്താവോ? നിർത്തിയില്ലേ ഡ്രൈവർ ചേട്ടാ, വണ്ടി നിൽക്കുവോ? ശരി മോനെ. പാവം ചെറുക്കൻ, മുട്ടുണ്ടാവും, അതായിരിക്കും ഒതുക്കിയേ. ശരിയാ, ശരിയാണോ അല്ലെന്ന് ഞാൻ കാണിച്ചു തരാം. ബഹളം ഉണ്ടാക്കിയ 2 പേർ പൊക്കോ, എങ്ങോട്ടാണേലും വെച്ച പൊക്കോ. ആടി ബ്രോ, എന്നാലും നമ്മളൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞ. പക്ഷെ ഇവനൊക്കെ കൊണ്ട് മനുഷ്യനെ നാണം കെടുത്തൂല. ഞാനിനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല ചേട്ടാ, എന്നാ വിട്ടോ. ഡാനി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ അഭിനയം? എന്റെ മോനെ, അടുത്ത വർഷത്തെ ഓസ്കാർ നിനക്ക് ഉറപ്പ്. എന്ത് ചെയ്യാനാ? മിണ്ടിപ്പോകല്ലോ, അവന് ഉളുപ്പുള്ള കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലേ അവൻ വല്ലതും നമ്മളെ അവിടെ ഇട്ടിട്ട് പോന്നേനെ. എനിക്കാണെ അങ്ങോട്ടേക്കുള്ള വഴി പോയിട്ട് അവരുടെ വീട് പോലും അറിയില്ല. പിന്നെ അവൻ നമ്മളെ ഇട്ടിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്നാ പറഞ്ഞാലും നമ്മൾ അവന്റെ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് മാത്രം നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ആ അന്നമ്മ വല്ലതും ആറിന് മക്കളെ നമ്മുടെ പൊട്ടി പോലും ഉണ്ടാകില്ലായിരുന്നു. ഓർമ്മിപ്പിക്കല്ലേ. 20 minutes later. Are you kidding me? ഇതാണ് കുരിശുങ്ങൾ തറവാട്. Can't believe it. ഇവന് തന്നെ പറ്റിയേ? എനിക്ക് എന്നാ പറ്റിയെന്നോ? നീയല്ലേ പറഞ്ഞ തറവാടെന്ന്. ബട്ട് ഇത് ഞാൻ സിനിമയിൽ കണ്ട തറവാട് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഐ ആം ഡിസപ്പോയിന്റഡ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അന്നെ, അത് ഈ സിനിമയിലൊക്കെ ഇല്ലേ, ഓടും തിണ്ണയൊക്കെ ഉള്ള വീട്. ഇത് സ്റ്റേറ്റ്സിലുള്ള പോലത്തെ തന്നെ വീടല്ലേ? തറവാടെന്നൊക്കെ കേട്ടപ്പോ ഞാൻ. അതിന് എന്നോട് ആരെങ്കിലും പറഞ്ഞ ഇത് ഓടും തിണ്ണയുള്ള തറവാടാണെന്ന്? ഇല്ല, ഞാനൊന്ന് ഊഹിച്ചതാ. അവന്റെ ഒരു ഊഹം എന്നെ കൊണ്ടൊന്നും. അന്നമോളെ, അവനെ വെറുതെ വിട്ടേക്ക്, പാവം ചെറുക്കൻ. നീങ്ങുവാ, അവരെന്തേലും കാണിക്കട്ടെ. പപ്പ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിട്ടേക്കണം കേട്ടോ. എന്റെ ഫെയിലി നിനക്ക് ആ അന്നയുടെ കയ്യിൽ നിന്ന് കിട്ടാണ്ട് ഉറക്കം വരത്തില്ലേ? വയറ് കുറച്ച് വാങ്ങിയല്ല, വാ അകത്തോട്ടേക്ക് കയറാം. ഇതേ പിള്ളാരെ, നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, എനിക്ക് നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ട്. എന്നതാ സാർ ആന്റി? അതൊക്കെ ഞാൻ നിങ്ങൾ കുളിച്ചിട്ട് പറയാം. ആദ്യം പോയി കുളി. ബാത്റൂം എനിക്ക് ഫസ്റ്റ്. ഇല്ല, ഞാനാ ഫസ്റ്റ്. ഈ കുഞ്ഞു പിള്ളാരെ പോലെ ഇടി വെക്കാതെ. എന്റെ ഓർമ്മ ശരിയാണ്, ഈ വീട്ടില് 1-ലധികം ബാത്റൂംസ് ഉണ്ട്. അതുകൊണ്ട് എന്റെ പിള്ളാര് ഏതിലേലും പോയി കുളി. 1 eternity later. നിങ്ങളെല്ലാം കുളിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഞാൻ പറയാൻ കാര്യം. അതെ, മറ്റന്നാളെ ജോണിച്ചായന്റെ അമ്മച്ചയുടെ 25ാം ആണ്ട് വരുക. ഇത് കുടുംബ വീടായോണ്ട് എല്ലാരും ഇവിടെ കൂടണം. അതുകൊണ്ട് എന്റെ പിള്ളേര് പോയി ഈ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുവോ? ലിസ്റ്റ് ഒക്കെ റെഡിയാ? ഞാനില്ലേ? അതിന് നിന്നോടാരാ പറഞ്ഞ? ഞാൻ എന്റെ പിള്ളേരോടാ പറഞ്ഞ. അല്ലേ പിള്ളേരെ? എന്ത് പിള്ളേര്? വന്നതേ ഉള്ളല്ലോ, അപ്പോഴേ തുടങ്ങിയോ? പപ്പേനെ വല്ലതും വീട് സൂപ്പർ മാർക്കറ്റില്? അച്ചോ, ജോണിച്ചായനെ വിട്ടണമെങ്കിൽ എനിക്ക് ഇച്ചായനോട് പോയി പറഞ്ഞേച്ചാ മതി. ഇപ്പൊ മക്കൾ അങ്ങോട്ട് പോയി വാങ്ങിയേച്ചാ മതി. ഇതെന്ത് കഷ്ടാ! ആദ്യം പൊന്നേയും മുത്തേന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ എന്നെ കൊത്താൻ വന്നെ. എനിക്ക് അങ്ങനെയൊക്കെ പറ്റൂ. ആദ്യം ഞാൻ മര്യാദക്കല്ലേ ചോദിച്ച. പോയി വാങ്ങാനുണ്ടേ വാങ്ങിക്കേ. ഓ, പോയി മേടിക്കാം. പിന്നില്ലേ, ആ മുറ്റത്തെ കാറെടുത്തോട്ടെ. ഇച്ചായനോട് ചോദിക്കേ. ഈ മമ്മീനെ കൊണ്ട്. അച്ചു, പോയി വരുമ്പോ എനിക്ക് 2 കിലോ ഓറഞ്ച് കൊണ്ടുവന്നേ. പോയി നിന്റെ കെട്ടിയവനോട് വാങ്ങിച്ചോണ്ടിരാൻ പറ. എടാ, നിങ്ങള് വണ്ടി കയറ്.
ഒക്കെ ആറായതിനു ശേഷം അവരങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തി. അവര് മാർക്കറ്റിൽ കയറി സാറ തന്ന ലിസ്റ്റ് അനുസരിച്ച് സാധനങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങി. ഈ ഷോപ്പിംഗ് ട്രോളിയും കൊണ്ട് നടക്കുന്ന നമ്മുടെ ജാക്സൺ ആണേ കയോട്ടിക് എന്ന് പറഞ്ഞ ഭയങ്കര കയോട്ടിക്. സത്യം പറഞ്ഞ ഈ അലമ്പ പിടിച്ച 3 കൺട്രോൾ ചെയ്യുക എന്നതായിരുന്നു അച്ചുവിന്റെ ജോബ്. ഇവന്മാര് പോണ സെക്ഷൻസ് മൊത്തം ആൾക്കാര് വിചിത്ര ജീവികളെ നോക്കണ മാതിരി നോട്ടാ. എടാ നിങ്ങളൊന്ന് അടങ്ങി അലമ്പുണ്ടാക്കാണ്ടിരിക്കടേ. അതെന്നെ ടോക്കാടി. ഞങ്ങൾ എന്താ അലമ്പാന്ന്? അലമ്പ് വെച്ചാലും എന്താ, ഇത് ലൈബ്രറിന്നും അല്ലല്ലോ വഴക്കിടാൻ. നിന്നോടൊക്കെ പറയണ നേരത്തെ. അല്ല, നീയൊക്കെ ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ എടുത്തോ? ലിസ്റ്റിലെ എല്ലാം എടുത്തെന്റെ ഉവ്വേ. എന്തേ? ഞാനൊന്ന് നോക്കട്ടെ ആ ലിസ്റ്റ് തന്നെ. ഞാൻ പറയണ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. അതെന്നോടാ അങ്ങനെ? നിനക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലേ? വിശ്വാസത്തിന്റെ അല്ലടാ, ഒന്ന് റീചെക്ക് ചെയ്യാനാ. അപ്പൊ നോക്കേ, 2 കർട്ടൻ മിൽക്ക് ചെക്ക്, 3 പാക്കറ്റ് ബ്രെഡ് ചെക്ക്, Much later. 1 പാക്കറ്റ് ചില്ലി റാമ്യൻ. ഓ, അത് മാത്രം എടുത്തില്ല. നിന്നെയൊക്കെ ടൈം എത്രയായെന്നാ? എനിക്കാണ് വിശന്നിട്ട് വയ്യേ. എന്ത് വാടാച്ചു, ഡോൺ ബി ഡ്രമാറ്റിക്. ഞാൻ ദേ ഇപ്പൊ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഇനി നിന്നെ തപ്പാൻ ഞാൻ ഇറങ്ങണല്ലോ ബലം. ഞാൻ തന്നെ പോയി എടുക്കണേ. ഇനി നൂഡിൽസ് ഏരിയ എവിടെയാണോ എന്തോ. ആ, കിട്ടിപ്പോയി. പക്ഷെ ചില്ലി റാമൻ ഒരെണ്ണേ ഉള്ളല്ലോ. ഞാൻ ഇത് ആദ്യം എടുത്തേ. ആര് പറഞ്ഞു? ഞാനാ ഇത് ആദ്യം എടുത്ത? വെയിറ്റ് എ മിനിറ്റ്. ടിക്കി,